അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹാദരം നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ അധ്യാപകർ, രക്ഷിതാക്കൾ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഈ അവസരത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഈ സ്ഥാപനത്തിൽ വന്നത് മുതൽ എൻ്റെ ജീവിതത്തിലുടനീളം ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് പഠനങ്ങളും ഒരുപാട് അനുഭവങ്ങളും ഈ സ്ഥാപനം എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഏകദേശം 2016 ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ വെക്കേഷൻ അവസരത്തിലാണ് ഏപ്രിൽ 8-ാം തീയതി വെള്ളിയാഴ്ച ഞാനും എൻ്റെ ഇക്കായും അതുപോലെ എൻ്റെ നാട്ടുകാരുമായ 2 പേരുമായിട്ട് ഈ സ്ഥാപനത്തിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത്. അന്നു മുതൽ തുടങ്ങിയതാണ് ഈ സ്ഥാപനവുമായിട്ടുള്ള ബന്ധം. അങ്ങനെ എൻ്റെ അഡ്മിഷന് ശേഷം ഇവിടുത്തെ ഈ കലാലയത്തിൽ ഞാൻ പഠനം ആരംഭിക്കുകയും തുടർന്ന് 6ാം ക്ലാസ്സിൽ മദ്രസയോട് കൂടി സ്കൂളുമായി ഈ സ്ഥാപനത്തിൽ ഞാൻ പഠിക്കുകയും ചെയ്തു. ഞാൻ കുറച്ച് കഴിഞ്ഞതിന് ശേഷം തന്നെ കൂടെ വന്ന 2 പേർ പോകുമ്പോൾ മനസ്സ് മടുക്കുകയും അവർ പോയല്ലോ, അവരോടൊപ്പം പോകാം എന്നുള്ള ചിന്തയും ഉണ്ടായെങ്കിലും എന്നെ ഇവിടെ കൊണ്ടാക്കിയ ഉവൈസ് ഉസ്താദ് ഞങ്ങളെ ഉപദേശിക്കുകയും ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ഇവിടെ നിൽക്കാൻ ഉപദേശിക്കുകയും ചെയ്തു. അങ്ങനെ തുടങ്ങിയ എൻ്റെ ജീവിതം ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ച് പൂർത്തിയായപ്പോൾ തന്നെ ഉസ്താദുമാർ എന്നെ ദറസിലോട്ട് പ്രവേശനം നൽകി. ആദ്യമായി എനിക്ക് മീസാൻ ഓതി തന്നത് ഹക്കീം ഉസ്താദായിരുന്നു. തുടർന്ന് ഉസ്താദിൻ്റെ കീഴിൽ തഖ്വീഉൽ ലിസാനും അതുപോലെ തന്നെ മറ്റുള്ള കിതാബുകളും ഓതുകയുണ്ടായി. അങ്ങനെ എൻ്റെ 9ാം ക്ലാസ്സിൽ തന്നെ അർഷദ് ഉസ്താദ് വന്നപ്പോൾ മറ്റുള്ളവരോടൊപ്പം തന്നെ എൻ്റെ പ്രായപരിധി നോക്കാതെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ എന്നെ ദറസിൻ്റെ മുതിർന്ന ക്ലാസ്സിൽ ഇരുത്തുകയും അവരോടൊപ്പം ഇരുന്ന് പഠിക്കാനുള്ള അവസരം എനിക്ക് ഒരുക്കുകയും തന്നു. അങ്ങനെ ഇരിക്കെയാണ് ഈ സ്ഥാപനത്തിലോട്ട് അർഷദ് ഉസ്താദ് വരികയും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്തത്. അർഷദ് ഉസ്താദ് വന്നത് മുതൽ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഞങ്ങളുടെ പഠനത്തിലായാലും ഞങ്ങളുടെ പ്രവൃത്തികളിലായാലും ഒരുപാട് മാറ്റങ്ങൾ അർഷദ് ഉസ്താദ് ഞങ്ങൾക്ക് മാറ്റിത്തന്ന് ഞങ്ങളുടെ പഠന കാര്യത്തിൽ ഒരുപാട് മികവ് പുലർത്തിയിരുന്നത് ഉസ്താദ് അവറുകളായിരുന്നു. ഞങ്ങൾ പഠിക്കാതിരിക്കുമ്പോൾ യഥാസമയത്ത് ഞങ്ങളെ ശിക്ഷിക്കുകയും ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളും ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉസ്താദ് അവറുകൾ നൽകിയിരുന്നു. അങ്ങനെ അത് തുടങ്ങി എൻ്റെ ദർസ ജീവിതം ഒരുപാട് പാഠങ്ങൾ എനിക്ക് നൽകുകയുണ്ടായി. ഈ സ്ഥാപനത്തിൽ നിന്ന് ഇനിയുള്ള ജീവിതത്തിൽ എങ്ങനെയൊക്കെ നേരിടണമെന്ന് ഈ സ്ഥാപനം എനിക്ക് പഠിപ്പിച്ചു തന്നു. വ്യക്തി ജീവിതത്തിലായിരുന്നാലും ഒരാവശ്യം വരുമ്പോൾ എങ്ങനെ അതിനെ നിയന്ത്രിക്കണമെന്നും എങ്ങനെ അതിനെ പര്യാപ്തപ്പെടുത്തണമെന്നും ഈ സ്ഥാപനത്തിലൂടെ എനിക്ക് ഉസ്താദുമാർ പഠിപ്പിച്ചു തന്നു. നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലുള്ള ചെറിയ ചെറിയ ജോലികൾ മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാതെ എങ്ങനെ നമുക്ക് സ്വന്തമായിട്ടത് ചെയ്യാമെന്നും അതുപോലെ തന്നെ ഒരുപാട് അറിവുകളും ഈ സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സ്ഥാപനത്തിലെ ഉസ്താദന്മാർ അതുകൂടാതെ തന്നെ എന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഒരുപാട് പ്രാധാന്യം നൽകി. അവരെന്നെ പഠിക്കാനുള്ള എല്ലാ ഉപകരണങ്ങളും എനിക്ക് പഠിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ്സിൽ 9 A+ 1 A ജയിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി. തുടർന്ന് +1 +2 നല്ല രീതിയിൽ പാസ്സാവുകയും ഇവിടുത്തെ ഉസ്താദന്മാർ എനിക്ക് വേണ്ടി അവർ കഷ്ടപ്പെട്ട് അധ്വാനിക്കുകയും ചെയ്തു. അങ്ങനെ തുടങ്ങി 2019 സനതായപ്പോൾ സനത് കഴിഞ്ഞ് എൻ്റെ ഇക്ക സനത് കഴിഞ്ഞ് പോയപ്പോൾ ഇക്ക പിന്നെ വരുന്നില്ല എന്ന് പറയുകയും അങ്ങനെ ഇക്കായോടൊപ്പം ഞാനും 1 മാസം വീട്ടിൽ ചിലവഴിക്കുകയും ചെയ്തു. പിന്നെ മാതാപിതാക്കൾ എന്നോട് ചോദിച്ചു, നീ ഇനി സ്ഥാപനത്തിലോട്ട് പോകുന്നുണ്ടോ? അവരുടെ ഇഷ്ടവും എൻ്റെ ഇഷ്ടം പരിഗണിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വരികയും തുടർന്ന് പഠനം തുടരുകയും ചെയ്തു. അപ്പോഴും എനിക്ക് ഇവിടുത്തെ ഉസ്താദന്മാർ ഞാൻ പോയിട്ട് വന്നതാണ് എന്നുള്ള ചിന്ത നൽകാതെ എനിക്ക് നല്ല രീതിയിലുള്ള പ്രചോദനവും പഠിക്കാൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി തന്നു. അങ്ങനെ തുടങ്ങിയ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഈ സ്ഥാപനത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഞാൻ കുരുത്തക്കേട് കഴിച്ചപ്പോഴും ഞാൻ നല്ലതല്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്തപ്പോഴും ഇവിടുത്തെ ഉസ്താദന്മാർ എന്നെ ശകാരിക്കുകയും നല്ല രീതിയിൽ എന്നെ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട്.
എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് കാണുകയാണെങ്കിൽ അത് ഇവിടുത്തെ ഉസ്താദന്മാർ എനിക്ക് ശരിയാക്കി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അതിനെ എങ്ങനെ നേരെയാക്കണമെന്നും ഇനി അതുപോലെ എങ്ങനെ ജീവിക്കണമെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിക്കാൻ അവസരം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ മോശം കൂട്ടുകെട്ടുണ്ടായപ്പോഴും മോശമായ പ്രവർത്തനങ്ങൾ ഉണ്ടായപ്പോഴും ഇവിടുത്തെ ഉസ്താദ് എന്നെ ഉപദേശിക്കുകയും എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നല്ല കൂട്ടുകെട്ടിന് വേണ്ടി ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരവസരത്തിൽ ഉസ്താദുമായി സഞ്ചരിക്കുമ്പോൾ നീ നല്ല രീതിയിൽ പഠിക്കണമെന്നും ഒരു ഉയർന്ന IAS കാരണമാകണമെന്നും ഉസ്താദ് എന്നോട് പറയുകയും അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നൽകി തരാമെന്നും ഉസ്താദ് എന്നോട് പറയുകയുണ്ടായി. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഈ സ്ഥാപനം എനിക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പഠിക്കാൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ എന്നേക്കാൾ മുതിർന്നവരോടൊപ്പം എനിക്ക് സനത് പഠിക്കാനുള്ള അവസരം ഒരുക്കി തന്ന ഉസ്താദുമാർക്ക് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് ഇരുലോകത്തും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ അവസരത്തിൽ ദുആ ചെയ്തുകൊണ്ട് എനിക്ക് പഠിക്കാൻ ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും നൽകിയ രക്ഷിതാക്കൾ, മാതാപിതാക്കൾ, അധ്യാപകർ, കൂട്ടുകാർ എല്ലാവർക്കും നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.